അമാനുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യാത്ര തിരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മറ്റുള്ളവരുടെ ജീവിതകഥ ലോകത്തോട് പറയുകയും ചെയ്ത ഒരാളാണ്. അമാനുള്ള കഥ പറയുന്നതൊക്കെ അമാനുള്ളയെ കുറിച്ചിട്ട് പറയാനുള്ള കഥകളല്ല. ഗൾഫ് പ്രവാസ നാടുകളിൽ എത്തപ്പെട്ട അനേകം മനുഷ്യരുടെ കാണാത്ത കഥകൾ, അറിയാത്ത കഥകൾ, അത് അമാനുള്ളയിലൂടെയാണ് നമ്മൾ കേട്ടത്. ആ കേൾവിയുടെ പാഠമാണ് ഈ മരുഭൂമിയിലെ പർവ്വജീവിതങ്ങൾ എന്ന പുസ്തകം. പിന്നീട് അതിന് 2 രൂപങ്ങളുണ്ടായി, തമിഴിലും ഹിന്ദിയിലും. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് പ്രായാധിക്യവും അതുപോലെ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ കലാലയത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് കടന്നു വന്ന, അല്ലെങ്കിൽ മരുഭൂമിയിലെ പല ഇടങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടന്ന 10-40 വർഷം ഒരു ജീവകാരുണ്യ പ്രവർത്തകനായി ജീവിച്ച അമാനുള്ള ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്, ഒരു പ്രകാശ രൂപരായിട്ട്. അത് ഈ സന്നിധിയിലുണ്ട്, ഈ സാന്നിധ്യത്തിലുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇവിടെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. വളരെ വിശദമായിട്ട് ഇവിടെ ഈ പുസ്തകത്തിനെ കുറിച്ച് മറ്റും സംസാരിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത് 1960-68 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 70-75 തുടങ്ങി 2000 2008 സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ബഹുഭൂരിപക്ഷ പേർക്കും ഇന്നത്തെ ഗൾഫിനെ കുറിച്ച് മാത്രമേ അറിയാവൂ. പഴയ ഗൾഫ് അത് എന്തായിരുന്നുവെന്നും അത് ഗൾഫെന്നല്ല, ഈ 1972 UAE എന്ന പദത്തിൽ രൂപീകരിച്ചത്. അതിന് മുമ്പ് അതെല്ലാം ഓരോ സെപ്പറേറ്റ് രാജ്യങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ദുബൈ എന്നുള്ള പറഞ്ഞ രാജ്യത്തേക്ക് ലോഞ്ചിൽ കള്ളക്കടത്തിൽ പോയ ഏറ്റവും ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന് പിന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിനെ അന്വേഷിച്ച് 1975 കാലഘട്ടത്തിൽ ജോലിയൊന്നും രണ്ടും കൂടി ചേർത്ത് അന്വേഷിച്ച് പോയവരാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇറക്കില്ല. ഞാൻ അവിടെ ഇറക്കുമ്പോൾ അധികം വീടുകളൊന്നുമില്ല, വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, വളരെ ചെറിയ റോഡുകളാണ്. മണലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയ അടിച്ചു കൂട്ടിയിട്ടുള്ള കടകളൊക്കെ ചാരി കുട്ടികൾ കഴിക്കുക. ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് മണൽ വളർന്നതിന് കഴിക്കുമ്പോൾ ഇതിങ്ങനെ മണലടിച്ച് ഇതൊക്കെയുണ്ടാവും. ചോറ് കഴിക്കാൻ ഇരുന്ന ഉപ്പുള്ളത് ഒക്കെ തട്ടിക്കൊണ്ടുവരുന്ന ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴു വെച്ചിട്ടുണ്ടാവും. ഈ പുഴുവൊക്കെ നിർത്തുന്ന കിടക്കുന്ന ആഹാരം വരെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങളെ കടന്നു പോകുന്നില്ല. ഇതൊരു ആമുഖം വേണ്ടി പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇവിടെ വരാൻ എല്ലാവരെയും കാണാൻ ഇങ്ങനെ ഒരു പുസ്തകം രൂപപ്പെടുത്താൻ ഏറെ സഹായിച്ചത് ദീപേഷാണ്. ഒരു കാലഘട്ടത്തിനത്രവും ഏർപ്പെട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ നമുക്ക് ഒരു പരിചയമാണ്. അതിൻ്റെ പേരാണ് ഇതിലൂടെ പോകാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഹിന്ദിയിലേക്ക് ശ്രീമതി അവതരിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതിനുള്ള ബേസ് ചെയ്തു തന്നു. ഈ വഴി നടത്തുന്നത് പറഞ്ഞാൽ മതിയാവില്ല. ഹിന്ദിയിലേക്ക് മറ്റുള്ള കാര്യത്തിൽ ഒരുപാട് സേവനങ്ങളില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും പറഞ്ഞത്. വേറെ കാര്യത്തിൽ കിടക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മറുപടി പറയുന്നത് മറ്റുള്ളവരെല്ലാം സംസാരത്തിൽ ഓരോ